പത്തനംതിട്ട കലഞ്ഞൂർ പാക്കണ്ടത്ത് പുലികളിറങ്ങി 3 പുലികളുടെ ദൃശ്യങ്ങളാണ് CCTV-യിൽ കണ്ടെത്തിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, അവിടെ 3 പുലികൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നില്ല. അത് ഇരുട്ടത്തുള്ള ദൃശ്യമാണ്, CCTV രാത്രി ദൃശ്യമാണത്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഇത് കുറച്ച് ദിവസം പഴയ ദൃശ്യങ്ങളാണ്. ഈ പുലിയൊക്കെ പ്രദേശത്ത് ഇറങ്ങുന്നു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാർ, ബാബു എന്ന് പറയുന്ന വീട്ടുകാരൻ തന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പിന്നോട്ട് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ പുലിയും 2 കുഞ്ഞുങ്ങളും നടന്നു പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ 3 പുലികളെയാണ് ഈ ദൃശ്യത്തിൽ കണ്ടിരിക്കുന്നത്. 2 കുഞ്ഞു പുലികളും ഒരു വലിയ പുലിയുമാണ്. എന്തായാലും ഈ ഇദ്ദേഹത്തിന്റെ ബാബുവിന്റെ വീടിന്റെ പരിസരത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിൽ നിന്ന് നിരന്തരമായി ഇത്തരത്തിൽ ഈ പുലി വന്ന് കോഴികളെ ഉൾപ്പെടെ പിടിക്കുന്ന നമുക്കുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു. എന്തായാലും വനംവകുപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് വിശദമായ പരിശോധനയും നടത്തുമെന്നും വനംവകുപ്പ് എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. പുലി പരിസര പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കാരണം ഈ പഞ്ചായത്തിലെ തന്നെ പൂമരുതക്കുഴിയിൽ എന്ന സ്ഥലത്ത് വീട്ടിലേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങളും മറ്റും, അല്ലെങ്കിൽ ആ വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഈ കലഞ്ഞൂർ പ്രദേശത്ത് ഉൾപ്പെടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഈ പുലി കടുവയൊക്കെ നാട്ടിലിറങ്ങുമ്പോൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ വന്യമൃഗ ശല്യം, പ്രത്യേകിച്ച് കാട്ടാന ശല്യമൊക്കെ രൂക്ഷമായ ഒരു മലയോര മേഖലയാണ് ഈ ഒരു സ്ഥലം. എന്തായാലും ജനങ്ങൾ വലിയ തോതിൽ പൊറുതിമുട്ടുന്നു. വനംവകുപ്പ് അവരാൽ പറ്റുന്ന രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് ഇവിടെ ഭീതിയാണ്. ഈ രീതിയിൽ ഇര തേടി ഫാമിലിയായിട്ടാണ് പുലികൾ ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.